മഹാരാഷ്ട്ര ബോർഡർ വാഹനങ്ങൾ നിരനിൽക്കുന്നു. തിരികണ വണ്ടികൾ വരുന്നതുകൊണ്ടാണ് നമ്മളെ ലൈന് നീങ്ങാൻ. ട്രെയിലറൊക്കെ തിരികെ പോയിട്ട് അവിടെ കിടക്കുകയാണ്. ഒക്കെയല്ല കഞ്ചാവ് MDMA ഒക്കെ അടിച്ചിങ്ങനെ വരികയാണ്. അല്ലാതെ ഇപ്പൊ നമ്മളെ മുന്നൊക്കെ വരുമ്പോൾ നമ്മൾ മാറിക്കും. നമ്മള് വണ്ടിമ തട്ടണ നോക്കും. നമ്മള് ഓലിക്ക് ഇവിടെ തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. തിരികെയാണ് വരും. നേരെ വന്നിട്ട് തല നോക്കും. നമ്മളെ പോലെ വരെ കൊണ്ടിരിക്കണേ. നമ്മളെ വണ്ടി കുട്ടികളാരും കൊണ്ടിരിക്കണ്ടല്ലോ. നമ്മളെ റാക്കിൽ പത്രങ്ങാനും വണ്ടിയൊക്കെ ഏരിയത് മാന്യന്മാർ ഇഷ്ടംപോലുള്ള സ്ഥലമല്ല. മാന്യതക്ക് പേര് കേട്ട സ്ഥലങ്ങളൊക്കെ. നമ്മൾ ചവിട്ടി കൊടുക്കുന്ന ആൾക്കാരാണ്. അതാണ് തിരികെ വരുന്നത്. നമ്മളെ ലൈന് തിരിക്കണം. മറ്റേ ആരുണ്ട് അപ്പുറത്തെ 2 ലൈനും കുഴപ്പമില്ല. ഇവിടെ ഈ 2 ലൈനും കുഴപ്പമില്ല. ഒക്കെ പോണുണ്ട്. ഇപ്പൊ കാക്ക് പുറത്തായി. മറ്റേ കയറി. കയ്യൂക്കുള്ള കാര്യക്കാരൻ. ഓട്ടാണ് ബാക്കക്ക്. അല്ലെങ്കിൽ എല്ലാവരും വന്ന് കയറും. അല്ലെങ്കിൽ തന്നെ കുറെ നേരമായി നിൽക്കണം. അപ്പുറത്തെ കല്ല് കാണും. 2 വണ്ടി വന്ന കണ്ട് കേരള ഗ്യാപ്പുണ്ട് അവിടെ. ആ കല്ല് പേർക്ക് ഇങ്ങോട്ടേക്കുന്ന കല്ലാണ്. പൈസ എടുക്കണ്ടേ ഇവിടെ? വൈറ്റുണ്ടോ ചോദിച്ചത് കണ്ടിട്ടേ വൈറ്റൊന്നും ഇല്ല പറയാൻ കാര്യം ഫുള്ളാവും. കാരണം വെയിറ്റ് കുറവല്ലേ. അപ്പോൾ അതാ നമ്മൾ മഹാരാഷ്ട്രൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. ഡീസലടിച്ചിട്ട് പോകാമെന്ന് കരുതി. എം പിയിലെ അപേക്ഷിച്ച് ഇവിടെ ഒരു 1 ചില്ലറ കുറവുണ്ട്. എം പിയിൽ 100 റുപ്യേൻ്റെ അടുത്താണ്. ഇവിടെ ഒരു 98-90 ലെവൽക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡീസലടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടുള്ള യാത്ര.
അപ്പോൾ നമ്മളിത് ആ മഹാരാഷ്ട്ര ധുലെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ കൂടുതലുള്ള വണ്ടിക്കാർ ബെൻസ് ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ റൊട്ടി വാങ്ങിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച കറിയും കൂട്ടി അങ്ങനെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ടോളിങ്ങനെ സൈഡാക്കിയതാണ്. അപ്പോൾ അവരിങ്ങനെ പുറകിൽ വരുന്നുണ്ട്. ആ വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ആ അതന്നെ, അതേ വണ്ടിയാ. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കട്ടെ. റൊട്ടി തുറന്നു നോക്കിയിട്ടില്ല. അത് വിശാലമായ ബ്രിഡ്ജ് കിട്ടിയോണ്ടേ ഇരിക്കാന സ്ഥലം. 15. അതൊരു നോർമലാണ്. 15, 20, 25 ഉണ്ട്. അതെ, റൊട്ടിക്ക് 20, 25 ഉണ്ട്. ഓൻ ഇറങ്ങിയില്ലേ? കടലാണ്. കടല കപ്പലുണ്ട്. റെയിൽ വണ്ടി. അപ്പോൾ നമ്മൾ അഹല്യനഗർ എത്തിയിട്ടുണ്ട്. 2 വണ്ടി. അപ്പോൾ ചായ അഹല്യനഗർ ബൈപ്പാസ്. दो चाय दे दो. വണ്ടിക്ക് പോകാനുള്ള പാലം, അത് വെള്ളത്തിന് പോകാനുള്ള ചെമ്പറിനെ അക്ലോജ് റൂട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ യാത്ര ഏകദേശം കർണാടക ബോർഡർ അടുത്തുകൊണ്ടിരിക്കുക. മഹാരാഷ്ട്ര കർണാടക ബോർഡറിൻ്റെ അടുത്ത് ബിജാപൂർ എത്തി തുടങ്ങി. നമ്മൾ കാറ്റാടികൾ കണ്ടില്ല കറങ്ങണം. നല്ല കാറ്റുമാണ് ഇവിടെ, ഒരുപാട് കറങ്ങുന്നുണ്ട്. ചായ വന്നിട്ടുണ്ട്. ഫാൻ കറങ്ങണ സൗണ്ട്, ഭയങ്കര സൗണ്ട്. വിമാനം പോണ പോലെ. അതിലേറെ സൗണ്ടാണ് വണ്ടി പോണത്. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി മുന്നിൽ പോയിട്ടുണ്ട്. അവർ ബിജാപ്പൂർ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അവർ ബിജാപ്പൂരും തിരിഞ്ഞ് അവർ മാഹി അങ്കോള വഴിക്കാണ് അവിടെ പോകുന്നത്. അവർക്ക് കോഴിക്കോട് 2 കോഴിക്കോട് ഡെലിവറി, ഒരു തിരുവനന്തപുരം ഡെലിവറിയാണ് ഇറക്കാനുള്ളത്. അവർ നമ്മളെ മുമ്പിൽ പോയിട്ടുണ്ട്. ബിജാപ്പൂരിൽ അവർ തിരിഞ്ഞ് പോകും. നമ്മൾ മൈസൂർ വഴിയാണ് പോവാം. അങ്ങനെ നമ്മളെ യാത്ര മൈസൂർ ശ്രീരംഗപട്ടണത്ത് എത്തിയിട്ടുണ്ട്. ശ്രീരംഗപട്ടണം പമ്പിലാണ്. നമ്മൾ വരുന്ന വഴിക്കൊന്ന് മഹാരാഷ്ട്രന്ന് ഡീസൽ ഫുള്ളാക്കിയതാണ്.
നമുക്ക് അവിടെ 98 90 വന്നിരുന്നത് കാർഡ് ഗൂഗിൾ പേ ഇവിടെ 98 37 എല്ലാം നേര് വന്നത് അല്ലേ ഗുണ്ടൽപട്ട ഇവിടുത്തില്ലാതെ കുറച്ചും കൂടി കൂടും ഡീസൽ ഇവിടെ നിന്ന് ഫുള്ളാക്കിയാൽ നാട്ടിൽ ലോഡ് ഇറക്കിയിട്ട് ഡീസൽ അടിക്കണം. വണ്ടിയാണ് ആകെ കറുത്ത് പോയി. മഹാരാഷ്ട്രൻ്റെ മധ്യപ്രദേശിൻ്റെ ഒക്കെ ചളിയാണത്. ഇതാണ് ശരിക്കും ചളി, ഒന്നും കാണില്ല, കറുത്ത വണ്ടിയാണ്. ചുവന്ന ടാങ്കാണ്. ബാക്കൊക്കെ സ്റ്റിക്കറൊന്നും ഇങ്ങനെ തുടച്ച് വെച്ചതാണ്. റിഫ്ലക്ടറൊക്കെ അല്ലേ രാത്രി കൗണ്ടിൽ വണ്ടിക്കാർ ലൈറ്റൊക്കെ ഒന്നിങ്ങനെ തുണിയെടുത്ത് തുടച്ചതാണ്. ദാർപ്പായ കണ്ടില്ലേ, ബോഡിയും ദാർപ്പായൊക്കെ ഒരേ കളറാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. നേരെ ഫ്രണ്ടിൽ നിന്ന് ബാക്കൊക്കെ നോക്കുമ്പോഴാണ് ചളി കാണുക. ഒരട്ടണ മണ്ണും ചളി ഉണ്ടാവും വണ്ടിമ്മ. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുലർച്ചക്കാണ് നമ്മൾ നല്ല ഒരു മലൻ്റെ മുകളിൽ എന്നൊക്കെ പറയാം കേട്ടോ. നല്ല ചുറ്റുഭാഗം റബ്ബർ തോട്ടം, പിന്നെന്താ പറയുക അടക്ക, അങ്ങനത്തൊക്കെ ഒരു കാട്. അതിൻ്റെ നടുക്കൊരു ഗോഡൗണ്. ആസിഡാണ് കേട്ടോ അതൊക്കെ. ഈ ക്യാന ഉള്ളത് ഫുള്ള് ആസിഡിൻ്റെ ക്യാനാണ്. നമ്മൾ ഫസ്റ്റ് കാലിക്കാന് വിശാലമായ ഗോഡൗണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർ പോകണം. ഓ പറയൂ. ഇറക്കക്കൂലി കയറ്റുകൂലിയൊക്കെ എടുത്തിട്ട് നമുക്ക് വാടക കിട്ടുള്ളൂ. വാടക അവിടെ നിന്നല്ല കയറ്റം എടുത്താൽ. ഞാൻ അവിടെ പോയി, മൂപ്പരില്ല, മൂപ്പരെ കാണാനല്ല, കുളിക്കാൻ പോയതൊന്നുണ്ട് ഗുഡൗണിൻ്റെ ഓണർ. നല്ല അടിപൊളി സ്ഥലം, വളരെ സൈലൻ്റായിട്ട് ഉണ്ട്. പാലക്കാടിൻ്റെ ഉൾഗ്രാമമാണ്. പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ. അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ സൈറ്റിൽ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ചപ്പാത്തി പാർസൽ വാങ്ങിയതായിരുന്നു. കറി ഞങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചത്. ഫസ്റ്റ് ഇറക്കി. ഇന്ന് രണ്ടാമത്തെ സൈറ്റ് ഇതാണ്, ഇവിടെയാണ് വരുന്നത്. തൃശ്ശൂർ ഗ്ലൂക്കോ പാർമ. അതാണ് നമ്മൾ രണ്ടാമത്തെ സെറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചിക്കൻ കറി കുറച്ച് ഉണ്ടാക്കിയിരുന്നു. ചപ്പാത്തി വാങ്ങി കഴിക്കാം. ആറ് ചപ്പാത്തിയൊക്കെ പറഞ്ഞിട്ട് 4 പൊയിഞ്ഞ് തന്നത്. അപ്പോൾ പൈസ ഓണർ 6 വാങ്ങി, പണിക്കാരൻ ഞാൻ 4 കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2 കൂടി വാങ്ങിയില്ലെങ്കിൽ അടുത്ത് തന്നെ ആണല്ലോ, കുറച്ച് വിട്ടോടില്ലെങ്കിൽ പിന്നെ ഒഴിവാക്കി വിടാം. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ ലാസ്റ്റ് എൻഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്, എറണാകുളം. അപ്പോൾ ലോഡിങ്ങിൽ എത്തിയിട്ടില്ല. 9 മണി 9:30 ആവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഇതാ 8 മണി ആയിട്ടുള്ളൂ. ഇതാണ് നമ്മളെ ഇത് വരുന്നത് കേട്ടോ, കൊച്ചിൻ ഫാർമ. കൊച്ചിൻ ഫാർമയാണ് ഇവിടുത്തെ കമ്പനി വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഗോഡൗൺ വരുന്നത്. വളരെ മഴയാണെങ്കിൽ
എന്താ പാലക്കാട് തൃശ്ശൂരൊന്നും കുഴപ്പമില്ല. പാലക്കാട് ഷെഡ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ മഴയാണ്. പായൊന്ന് കഴിക്കണമെങ്കിൽ മഴ നിൽക്കണം. പണിക്കാർ വരുമ്പോഴത്തേനും ആകാശമൊക്കെ തെളിഞ്ഞ് കിട്ടിയാലും കുറേയൊക്കെ തെളിയുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറത്ത് ചാടി. പമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കോട്ട് താഴെ ഡീസലടിക്കുകയാണ്. ഡീസൽ ഫുള്ളടിക്കണം. അടുത്ത ലോഡ് നോക്കണം. ഈ ഒരു സൈഡ് ഇങ്ങനെ ഹൈറ്റൊക്കെ ഇറക്കി വെച്ചതാണ്. ആ സൈഡ് ഇറക്കിയിട്ടില്ല. ഈ സൈഡിൽ കൂടെ ലോഡ് ഇറക്കിപ്പോൾ റൈറ്റ് സൈഡിലാണ് ലോഡ് ഇറക്കിയത്. അപ്പോൾ അവിടെ അങ്ങനെ താഴ്ത്തി വെച്ചതാണ്. നമ്മൾ വൈൻഡപ്പായി ചെയ്യാണ് നമ്മൾ ഈ വീഡിയോ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ ലോഡ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.